എല്ലാവർക്കും ഈസി ലേണിങ്ങിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്ന നമ്മൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സിലെ വവൽസ് എന്താണ്, അതുപോലെ കൺസോണൻസ് എന്താണെന്നാണ് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടണും ഓടുന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ നൽകുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് ആദ്യം പഠിപ്പിക്കാം. ഇതിൽ എ ടു സെഡ് വരെയുള്ള ലെറ്റേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ കൺസോണൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിതിൽ ഏതെല്ലാം ലെറ്റർ ആണെന്ന് പറയാം. ബി, സി, ഡി, എഫ്, ജി, എച്ച്, ജെ, കെ, എൽ, എം, എൻ, പി, ക്യു, ആർ, എസ്, ടി, വി, ഡബ്ല്യു, എക്സ്, വൈ, സെഡ്. ഇത്രയും ലെറ്റേഴ്സാണ് കൺസോണൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ലെറ്ററിൽ കുറച്ച് ലെറ്റേഴ്സ് നമ്മൾ വിട്ടിട്ടുണ്ട്. അതിന് നമ്മൾ വവൽസ് എന്ന് പറയും. അപ്പോൾ ഏതൊക്കെയാണ് വവൽസ് എന്ന് നോക്കാം. ഈ ലെറ്ററിൽ എ, ഇ, ഐ, ഒ, യു ഇത്രയും ലെറ്റേഴ്സാണ് വവൽസിൽ പെടുന്നത്. ഇപ്പോൾ കൺസോണൻസ് എന്താണെന്നും അതുപോലെ തന്നെ വവൽസ് എന്താണെന്നും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നമുക്ക് പ്രാധാന്യം എന്ന് പറഞ്ഞത് ഈ വവൽസിന് നമ്മൾ ഒരു വേർഡ്സ് ഉണ്ടാക്കണമെങ്കിൽ നമുക്കതിൽ വവൽസ് വേണമല്ലേ. അപ്പോൾ ഒരു ലെറ്ററിൽ ഇപ്പോൾ അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ബി എന്ന ലെറ്ററിനെ നമ്മൾ ഒരു വേർഡ്സ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു വേർഡ് ബിഗ് പറഞ്ഞാൽ വലുത് എന്നാണ്. അപ്പോൾ ഈ ബിഗ് എന്ന ഈ ഒരു വേർഡ്സിനെ നമുക്ക് വവൽസ് എന്ന് പറയുന്ന ഒരു അക്ഷരയിൽ ഏതാണ്? ഐ ആണല്ലേ. അപ്പം ഇതിൽ വവൽ ഏതാണ്? ഐ എന്ന ആ ലെറ്ററാണ്. അതുപോലെ തന്നെ ബാഗ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ലെറ്റർ ഏതാണ്? എ. അതും വവൽസിൽ പെടും. ഈ നെക്സ്റ്റ് വേർഡ്സ് നമുക്ക് പറയാം. അംബ്രല. ഇവിടെ അംബ്രലയ്ക്ക് ഏതൊക്കെയാണ് വവൽസ് വന്നിട്ടുള്ളത്? യു, ഇ, എ. 3 ലെറ്റേഴ്സ് ഇതിൽ വന്നിട്ടുണ്ട് അല്ലേ. ഇനി അടുത്ത് നമുക്ക് നോക്കാം ഓറഞ്ച് എന്ന് പറയുമ്പം ഇവിടെ നമുക്ക് ഓ എന്ന ലെറ്റർ എന്താണ്? വവൽസിൽ പെടുന്നതാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഓൻ്റെ സൗണ്ട് ഓറഞ്ച്. അതിൽ ഓറഞ്ച് എന്ന് പറയുന്നത് നമുക്ക് എത്ര വവൽസിന് എടുക്കാം? ഓ, അത് കഴിഞ്ഞിട്ട് ഏതാണ്? എ എന്ന ലെറ്റർ വവൽസിൽ പെടും. പിന്നെ ഏതാണ്? ഇ എന്ന ലെറ്ററും വവൽസിൽ പെടും. അപ്പോൾ അതിൽ 3 ലെറ്ററുകളാണ് ആ വേർഡ്സിൽ ഉള്ളത്. ഇനി നമുക്ക് കുറച്ച് വേർഡ്സുകളൊന്ന് പരിചയപ്പെടാം. വവൽസിൽ വരുന്ന എ, ഇ, ഐ, ഒ, യു ഈ ഒരു ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫാറ്റ്. ഇവിടെ നമ്മൾ ഫാറ്റ് എന്ന് പറഞ്ഞാൽ തടിച്ചത് എന്നാണ്. അപ്പോൾ ഈ ഫാറ്റ് എന്ന് പറയുന്നതോട് കൂടെ തന്നെ അതിൻ്റെ ഒക്കെ ഓരോന്നിൻ്റെയും സൗണ്ടുകളും കൂടെ പഠിക്കാം. ഫാറ്റ്, എഫിൻ്റെ സൗണ്ട് ഫ്, എൻ്റെ സൗണ്ട് ആ, ടീൻ്റെ സൗണ്ട് ട്, ഫാറ്റ്. അതുപോലെ അടുത്ത ലെറ്റർ ഏതാണ്? ഈൻ്റെ സൗണ്ട് എന്താണ്? എ. ജീൻ്റെ സൗണ്ട് ഗ, എഗ് പറഞ്ഞാൽ മുട്ട. ഇനി അടുത്തത് സ്ലിമ്മാണ്. സ്ലിം എന്ന് പറയുമ്പം എസിൻ്റെ സൗണ്ട് സ്, ല്, ഇ, മ. ഐൻ്റെ സൗണ്ട് ഇ, എമ്മിൻ്റെ സൗണ്ട് മ. സ്ലിം എന്ന് പറഞ്ഞാൽ മെലിഞ്ഞത്. ഇനി അടുത്തത് എന്താണ് കൊടുത്തിട്ടുള്ളത്? ഓക്സ് ആണ്. എന്താ ഓക്സ് പറഞ്ഞാൽ? കാള അല്ലേ. പോൻ്റെ സൗണ്ട് ഓ, എക്സിൻ്റെ സൗണ്ട് എക്സ്. ലാസ്റ്റ് പഠിക്കാനുള്ളത് അംബ്രല. എന്താ അംബ്രല പറഞ്ഞാൽ? കുട. അപ്പം യുവിൻ്റെ സൗണ്ട് നമുക്ക് ആ, എമ്മിൻ്റെ സൗണ്ട് മ, ബീൻ്റെ സൗണ്ട് ബ, ആറിൻ്റെ സൗണ്ട് റ്, ഈൻ്റെ സൗണ്ട് എ, എല്ലിൻ്റെ സൗണ്ട് ല്, എൻ്റെ സൗണ്ട് ആ. അപ്പോൾ അതിൽ എത്ര വവൽസ് കൊടുത്തിട്ടുണ്ട്? 3 വവൽസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. യു, ഇ, എ. അപ്പം ഇത്രയും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.